ഷേക്ക് എഫക്റ്റ് ഉണ്ടല്ലോ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. പ്രീമിയർ പ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഓൾറെഡി പുതിയൊരു പ്രൊജക്റ്റും പുതിയൊരു സീക്വൻസും ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള വിഷ്വൽസും അതേപോലെ തന്നെ ഏതൊരു ഓഡിയോയാണോ വേണ്ടത് അത് ഞാൻ ഇവിടുന്ന് നേരത്തെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയും ഞാൻ ഷേക്ക് എഫക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ രണ്ട് വീഡിയോയും എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ടൈംലൈനിലേക്ക് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് വലിച്ചിടാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വലിച്ചിടുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ക്ലിപ്പും വലിച്ചിടുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്യാപ്പിൻ്റെ അവിടെ മൗസ് പോയിൻ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിബിൾ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതെന്താവും, ഓട്ടോമാറ്റിക്കായിട്ടും രണ്ടും ഒറ്റൊരിതായിട്ട് മാറും, അതായത് ഗ്യാപ്പ് എന്തായിട്ട് മാറും. ഇതിന് ശേഷം ഞാൻ ഈ രണ്ട് ക്ലിപ്പും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് പ്രസ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വീഡിയോ ക്ലിപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റൊരു വീഡിയോ ക്ലിപ്പാക്കി എടുക്കാൻ പറ്റും. ഇതിന് ശേഷം ഞാൻ ഈ ഒരു നെക്സ്റ്റ് സീക്വൻസ് 01 ആ ഒരു ടൈം ലൈനിൽ ആ ഒരു വിൻഡോ ആ ഒരു ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് സ്കെയിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ ഏതൊരു ഓഡിയോയാണോ വേണ്ടത് ആ ഓഡിയോ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടാണ്. ഞാൻ ജസ്റ്റ് ഈ ഓഡിയോ ഞാൻ എന്ത് ചെയ്യുന്നു, ടൈംലൈനിലേക്ക് വലിച്ചിടുന്നു. ഈ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ചില പോർഷൻസിൽ ഒരു പ്രത്യേക ഒരു ടൂൺ കയറി വരുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില പോർഷൻസിൽ ഒരു ചക്ക് ചക്ക് ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു മ്യൂസിക് കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചൊരു മ്യൂസിക് വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 പോർഷൻസിലാണ് ഒരു ബ്ലറിൻ്റെ എഫക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 4 എണ്ണമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, സെലക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഈ 4 പോർഷൻസിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ എം അടിച്ച് മാർക്കിങ് ചെയ്യാം. ഓക്കെ, ഈ എം അടിച്ച് മാർക്കിങ് ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അതിൻ്റെ #ടാഗ് ഞാൻ എൻ്റെ മുകളിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, സ്പേസ് ബാർ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ സെലക്ട് ചെയ്യാതിരിക്കുകയാണ്. ഓൾറെഡി വീഡിയോ സെലക്ട് ആണെങ്കിൽ ഇവിടെ ആയിരിക്കുള്ളൂ എന്താവുള്ളൂ, ആ ഒരു മാർക്ക് എനേബിൾ ആവുള്ളൂ. ഞാൻ വീഡിയോ എന്ത് ചെയ്യണം, ജസ്റ്റ് പുറത്തുകൊണ്ടേ ക്ലിക്ക് ചെയ്യണം. വീഡിയോയുടെ പുറത്തുകൊണ്ടേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, അത് നണ്ണായിട്ട് മാറും. ഓക്കെ, ഞാൻ സ്പേസ് ബാർ അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള പോർഷൻസിലെല്ലാം കീബോർഡിൽ ജസ്റ്റ് ഒന്ന് എം അടിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തെടുത്താൽ മതി, വീണ്ടും പ്രൊജക്റ്റ് വിൻഡോയിൽ നമുക്ക് ന്യൂ ഐറ്റം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ന്യൂ ഐറ്റത്തിൽ എന്ത് ചെയ്യാം, വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ തൊട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ തൊട്ടാണ് ആ ബ്ലറിൻ്റെ ഒരു എഫക്റ്റ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഈ വീഡിയോയുടെ ഒപ്പം ഞാൻ ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എവിടം വരെയാണോ ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് എനിക്കിപ്പോൾ ഇവിടം വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത്, ഇവിടം വരെയാണ് ലാസ്റ്റ് ബ്ലറിങ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു പോർഷൻ വരെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്യൂറേഷനൊത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ലെങ്ത്തി ആക്കണമെങ്കിൽ ലെങ്ത്തി ആക്കാം, ലെങ്ത്ത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്ത് കുറയ്ക്കാം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഒരു ബ്ലറിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടുന്ന് ഈ ഒരു ആരോക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റിൽ നമുക്ക് ഇവിടുന്ന് ബ്ലറെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, BLUR. ബ്ലറിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ബ്ലറിൻ്റെ എഫക്റ്റ് ഞാൻ എന്ത് ചെയ്യണം,
അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് കൊടുക്കുകയാണ്. വലിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ 0 ആയിട്ടായിരിക്കും എടുക്കുക. ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ബ്ലറിൻ്റെ ലൈറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് 50 ആക്കുകയാണ്. 50 ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കാണ് എന്താവും, എല്ലാ വീഡിയോ ക്ലിപ്പിലും ഈ ഒരു ബ്ലറിങ്ങിൻ്റെ ഫീൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. എല്ലാ വീഡിയോ ക്ലിപ്പിനും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ വീഡിയോ ക്ലിപ്പിനും എന്താവും, ഈ ഒരു ബ്ലറിങ്ങിൻ്റെ ഫീലിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, എനിക്കിപ്പോൾ ഇങ്ങനെയല്ല വേണ്ടത്, നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ എഫക്റ്റ് എന്താവണം, ഈ ഒരു ബ്ലർ എന്താവണം, ഷെയ്ക്ക് ആവണം. ഓക്കെ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ജസ്റ്റ് വീണ്ടും പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. എനിക്കെന്താണ്, ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് എന്താവണം, ഈ വീഡിയോ കട്ട് ചെയ്യണം. നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുക, റേസർ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വീഡിയോനെ കട്ട് ചെയ്ത് പോവാറാണ് പതിവ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് കട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കീബോർഡിലെ റൈറ്റ് ആരോ പ്രസ് ചെയ്യാണ്. ഓക്കെ, റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താവും, ഫസ്റ്റ് ഫ്രെയിം എന്താവും അവിടെ സെലക്ഷൻ ആവും. നിങ്ങൾക്ക് മോണിറ്ററിൽ കാണാൻ സാധിക്കും. കാരണം നേരത്തെ ഇവിടെ നിന്ന് ക്ലിപ്പ് എന്താവും, കീബോർഡിൽ റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, കണ്ടോ, ആ ചിക്ക് നുഞ്ഞ സൗണ്ട് വരുന്ന സമയത്ത് എന്താവും, ഓട്ടോമാറ്റിക്കായിട്ടും ഫസ്റ്റ് ഫ്രെയിം അവിടെ കവർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ വീണ്ടും ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റാസർ ടൂൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കീബോർഡിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, കൺട്രോൾ കീ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ ലെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, കൺട്രോൾ കെ പ്രസ് ചെയ്യാനായിട്ട് കാണാം. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, പുറത്തുകൊണ്ടേക്ക് ക്ലിക്ക് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യാണ്, വീണ്ടും കീബോർഡിൽ റൈറ്റ് ആരോ പ്രസ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. കൺട്രോൾ കെ അടിച്ച് എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇവിടുന്ന് വീണ്ടും അതിനെ കട്ട് ചെയ്യാണ്. വീണ്ടും എന്ത് ചെയ്തു, കീബോർഡിൽ റൈറ്റ് ആരോ പ്രസ് ചെയ്തിട്ട് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. കൺട്രോൾ കീ അടിച്ച് എന്ത് ചെയ്യാണ്, അതിനെ വീണ്ടും കട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള പോർഷൻസ് ഞാൻ എന്ത് ചെയ്യണം, ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. ഓക്കെ, എനിക്ക് 1 2 3 4 5 5 പോർഷൻസിൽ ഒരു ഇത് കൊടുത്താൽ മതി. ഓക്കെ, 5 അല്ല, ഓക്കെ 5 തന്നെ. ഓക്കെ, അപ്പോൾ 5 എണ്ണത്തിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഈ ഒരു ബ്ലറിങ്ങിൻ്റെ എഫക്റ്റ് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സൂം ചെയ്യണം. സൂം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇതിന് എനിക്ക് ആവശ്യമില്ലാത്ത 2 എണ്ണം ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു രീതിയിലുള്ള ഒരു ബ്ലറിൻ്റെ ഒരു ഷെയ്ക്ക് ആവുന്ന ഒരു എഫക്റ്റ് പോലെ നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലെയറില്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ, ഓക്കെ, അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഓൾറെഡി നമ്മൾ 50 ആണെന്ന് കൊടുത്തിരുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് 50 തന്നെ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് 40 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, 50 മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 40 ആക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എൻ്റർ പ്രസ് ചെയ്തു, ആ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ആക്റ്റീവ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ വീണ്ടും അടുത്തതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വീണ്ടും 40 ആണ് നമ്മൾ കൊടുത്തിരുന്നത്. ഈ ഒരു ലെയറിന് എത്രയാണ് കൊടുത്തിരുന്നത്, 40 ആണെന്ന് കൊടുത്തിരുന്നത്. ഓക്കെ, 40 മാറ്റി ഞാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് 30 ആക്കി കൊടുക്കുകയാണ്. ഓരോ ഇതും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവണം, ഒന്നല്ലെങ്കിൽ 5 വെച്ച് കുറച്ചേക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ നിന്ന് മൈനസ് വെച്ച് കുറച്ചേക്കാം, -10 വെച്ച് കുറച്ചേക്കാം. ഓരോ വീഡിയോ ക്ലിപ്പിൽ നിന്നും -10 10 വെച്ച് എന്ത് ചെയ്യുക, അതിനെ കവർ ചെയ്ത് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഓൾറെഡി കണ്ടോ, ഈ ഒരു രീതിയിലുള്ള എഫക്റ്റ് കണ്ടോ, നമുക്കൊരു ഷെയ്ക്കായിട്ടുള്ളൊരു എഫക്റ്റ് പോലെ നമുക്കിപ്പോൾ തന്നെ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് എന്ത് ചെയ്യുകയാണ്, ഞാൻ വീണ്ടും കീബോർഡിൽ മൈനസ് അടിച്ച് എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും ഇതിനെ പണ്ടത്തെ പോലെ തന്നെ സൂമിൻ ഔട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെല്ലാമാണോ ഈ ഒരു എഫക്റ്റ് ആവശ്യം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ അത് മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ട്. കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചേക്കാം. കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെല്ലാമാണോ ഈ എഫക്റ്റ് വേണ്ടത് അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഈ ഒരു എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കണേ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ഈ ഒരു മാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് എന്ത് ചെയ്യാണ്, ഇവിടുന്ന് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മൊത്തം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ഏതോ വീഡിയോ ക്ലിപ്പും ഏതൊരു ഇതും സെലക്ട് ചെയ്യാട്ടോ, ഇതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഏതൊരു ക്ലിപ്പും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസിക്ക് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത പോർഷൻസ് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഈ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുന്ന സമയത്ത് എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, അവിടെ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ചൊരു ബ്ലറിങ്ങിൻ്റെ ഫീലിംഗ് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കാണിക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു എഫക്റ്റ് ചില DJ പാർട്ടീസുകൾ, അതേപോലെ തന്നെ ഈ ഹൽദി വെഡ്ഡിങ് വീഡിയോസ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, റീൽസ്, ഇതിലെല്ലാം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് കാണാം. ബൈ.